നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ജ്യോതിഷത്തിലെ 7-ാം ഭാവം കാമത്രികോണങ്ങളിൽ പെടുന്ന ഒന്നാണെന്നുള്ളത് അറിയാമല്ലോ. 3, 7, 11 കാമത്രികോണങ്ങളിൽ അതിൽ 2ാമത്തെ ഭാവമാണ് 7-ാം ഭാവം. ഇത് വിവാഹം മാത്രമല്ല, ലൈംഗികപരമായിട്ടുള്ള ആസക്തികളെയും പങ്കാളിയുമായിട്ടുള്ള ശാരീരിക ബന്ധത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇവിടെ രാജാവായിരിക്കുന്ന രവി 7th ഹൗസിൽ നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളതൊന്ന് നോക്കാം. പൊതുവായ ഫലങ്ങൾ നോക്കാം. അതിനാദ്യം വേണ്ടത് രവിയെക്കുറിച്ച് പറഞ്ഞ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. രവിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതാദ്യം ഒന്ന് കാണുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പൊതുഫലമാണ്. 7-ൽ രവി നിൽക്കുന്നവർക്കോ അല്ലെ ജാതകത്തിൽ രവിക്ക് ഏറ്റവും കൂടുതൽ ബലമുള്ളത്, ഇപ്പോൾ 7-ൽ തന്നെ നിൽക്കണമെന്നില്ല, രവി ജാതകത്തിൽ നല്ല ബലമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്വഭാവങ്ങളൊക്കെ വരും. അതുപോലെ രത്നം രവിയുടെ നക്ഷത്രത്തിലൊക്കെ വീണ് രവിയുടെ രാശിയിലൊക്കെ നിൽക്കുമ്പോഴും രവി നല്ല രീതിയിൽ ഉച്ചനാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വഭാവങ്ങൾ വരും. അപ്പം പ്രധാനമായിട്ടും അതിൽ നമ്മൾ ഇന്നത്തെ വിഷയം 7th ഹൗസ് ആയതുകൊണ്ട് 7th ഹൗസ് രവി അല്ലെ സൺ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ച് നോക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പങ്കാളിയുടെ ഭാവമാണല്ലോ 7. അപ്പോൾ രവിക്ക് ഏറ്റവും ബലമുള്ള രാശി എന്ന് പറയുമ്പം നമുക്ക് മേടം പറയാം, ചിങ്ങൻ രാശി പറയാം. രവിക്ക് ഏറ്റവും ബലമുള്ള രാശികളാണതൊക്കെ. അപ്പം സൂര്യൻ ബലവാനാണെങ്കിൽ ഒന്നാമത്തേത് അധികാരമുള്ള പങ്കാളിയെ കിട്ടാനുള്ള യോഗം, ഗുഡ് എഫക്ട്സ്. അപ്പം പങ്കാളിക്ക് സമൂഹത്തിൽ നല്ല പദവിയും ഭരണശേഷിയും വ്യക്തിത്വവും ഒക്കെയുള്ള ആളായിരിക്കാം. സർക്കാർ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ജോലികൾ ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി നന്നായിട്ടുള്ള ഒരു ആളാവാം. ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ പല മേഖലകളിൽ അവർക്ക് കഴിവുണ്ടാവാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ വിശ്വസ്തത, സൂര്യൻ ധാർമ്മികതയുടെ ഗ്രഹമായതുകൊണ്ടും രാജകീയതയുടെ ഗ്രഹമായതുകൊണ്ടും വിവാഹബന്ധത്തിൽ ഒരു ഉടമ്പടികൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ളവരായിരിക്കും എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രവി മാത്രമല്ല, അത് ബുധൻ്റെ ഒരു മിക്സ്ചറും കൂടെ വരും. പണ്ടത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശരിക്കുള്ള രവിയുടെ ധർമ്മം എന്ന് പറയുന്നത് പ്രജാവാത്സല്യമാണ്. അതിപ്പോൾ ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കൃതു മഹാരാജാവിൻ്റെ അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതങ്ങൾ വ്യാസഭഗവാൻ നമുക്ക് വർണ്ണിച്ചു തരുമ്പം അവരെക്കുറിച്ച് പറയുന്നത് അസുരന്മാർക്കും ദുഷ്ടന്മാർക്കും ഇവർ ഗർജിക്കുന്ന സിംഹത്തെ പോലെയും, സിംഹം രവിയെ കൊണ്ടാണ് ചിന്തിക്കുന്നത്, സിംഹത്തെ പോലെയും തൻ്റെ പ്രജകൾക്ക് തൻ്റെ പുത്രനെ പോലെ തന്നെ വാത്സല്യമുള്ള ആളും ഒക്കെ ആവുന്നു. അപ്പോൾ പ്രജാവാത്സല്യമെല്ലാം ഒരുപോലെ വരുന്ന ആളെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി പൊതുവെ കുറവായിരിക്കും. മറ്റ് ഈ രവി 7-ൽ നിന്നിട്ട് ചീറ്റ് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ചീറ്റ് ചെയ്യാത്തവരെയും കണ്ടിട്ടുണ്ട്. അപ്പം ഈ പരസ്പരം ചതിക്കാനുള്ള പ്രവണത കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പങ്കാളിയോട് ഉള്ള അടുപ്പം അല്ലെങ്കിൽ അവരോടുള്ളൊരു റൊമാൻറ്റിക് ലൈഫ് കുറവാണെങ്കിൽ പോലും ചതിക്കാനുള്ള ടെൻഡൻസി പൊതുവെ കുറവുള്ള ആയിരിക്കും. അതുപോലെ തന്നെ സാമൂഹിക അംഗീകാരം, വിവാഹശേഷം ജാതകന് സമൂഹത്തിൽ അല്ല ജാതകയ്ക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഗുഡ് എഫക്റ്റായിട്ട് നമുക്ക് ഒരു പൊതുഫലമായിട്ട് പറയാം. രവിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിവിടെ, അതിൽ പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങൾക്കിവിടെ ഉപയോഗിച്ച് നിങ്ങളുടെ യുക്തി ഉപയോഗിച്ചും അതുപോലെ തന്നെ 7-ൽ രവി നിൽക്കുന്നവരുടെ ജീവിതവും ഒബ്സർവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും കഴിയും. ഇനി ദോഷഫലങ്ങളെക്കുറിച്ച് പറയാം. 7-ാം ഭാവം എന്ന് പറയുന്നത് രവിയെ സംബന്ധിച്ചിടത്തോളം ദിക്ഫലം, ഡയറക്ഷണൽ സ്ട്രെങ്ത് കുറവുള്ള ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഈ രവി പൊതുവെ ഈഗോ, തലയെടുപ്പിൻ്റെ ആളല്ലേ. അപ്പം ഈഗോ ക്ലാഷസ് ഒന്നാമത്തത്. അപ്പം ദമ്പതികൾക്കിടയിൽ അധികാരം വടംവലികൾ നടക്കും. ഞാനാണ് വലുത് എന്നുള്ളത് നടക്കും. ആരും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരവസ്ഥ വരും.
ഏഴിൽ രവി അല്ലെ രവിക്ക് ബലം കൂടിയ ആളിന് പൊതുവെ മുടി കുറവോ അല്ലെ സ്ത്രീകൾക്കാണെങ്കിൽ ഒരു തലയെടുപ്പോ വരികയും അതോടൊപ്പം തന്നെ ഭാര്യയായാലും ഭർത്താവായാലും തനിക്ക് കുറച്ച് താഴെ നിൽക്കണമെന്നും തൻ്റെ അധികാരപരിധിയാകുന്ന കുടുംബത്തിൽ തന്നെക്കാട്ടിലും ഒരു തട്ട് താന്നിരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നുള്ള ആ ഒരു തലയെടുപ്പ് അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. വൈകാരികമായിട്ടുള്ള അകലം ഒരു ബാഡ് എഫക്റ്റായിട്ട് വരും എന്നുള്ളതാണ്. സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ പിശുക്ക് കാണിക്കും എന്നുള്ളതാണ്. ഹിറ്റ്ലർ രാമൻകുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഹിറ്റ്ലർ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, മലയാളത്തിൽ മിക്ക ആൾക്കാരും കണ്ടിട്ടുള്ള. അതിനകത്ത് പറയുന്നുണ്ട് എന്നെ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ പോലും കൊള്ളാത്തവനാണ്, പിന്നെ എന്തിനാ സ്നേഹം എന്ന്. അപ്പോൾ അതിനകത്ത് ആ ഒരു ഇതുണ്ടല്ലോ, ആ വൈകാരികമായിട്ടുള്ള ആഗ്രഹം. ഉള്ളിൽ നന്മയുണ്ടാവും, എല്ലാവരെയും ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ ആ അധികാരമുണ്ടാവും. ഒരു ജ്യേഷ്ഠൻ എന്നുള്ള രീതിയിൽ സർവ്വ അധികാരങ്ങളും പുള്ളി അവിടെ പ്രയോഗിക്കുന്നുണ്ട്. പുള്ളി എല്ലാവരെയും നോക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രകടനം, ആ ഒരു രീതി, ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ പിശുക്ക് കാണിക്കും. ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും അത് പുറമേ കാണിക്കാൻ ഇവർക്ക് മടിയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രവി എഴുതി നിൽക്കുമ്പോൾ ഈ ഹിറ്റ്ലർ രാമൻകുട്ടിയെ ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ഒന്ന് ആ ഒരു കഥാപാത്രം, മമ്മൂട്ടി ചെയ്ത ആ ഒരു കഥാപാത്രത്തെ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, പങ്കാളിക്ക് ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ എല്ല് സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ പങ്കാളിയുമായിട്ടുള്ള ലൈംഗിക താല്പര്യങ്ങളോ കുറവോ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതും ഏഴിലെ രവിയുടെ ഒരു ദോഷവശമായിട്ട് തോന്നും. ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്യ ഗ്രഹത്തിനും 3 പേർക്കും ഒരുപോലെ ബലമില്ലാതിരുന്നാൽ ഏഴിൽ രവി നിൽക്കുകയും ബാക്കിയുള്ള, ഇപ്പോൾ രവി തുലാം രാശി നിൽക്കാം, 7ാം ഭാവാധിപനായ ശുക്രൻ 6-8-12 പോയി, അതോടൊപ്പം തന്നെ ഈ ഭാവത്തിനും തൽപ്പതിക്കും ഭാവാധിപൻ 6-8-12 കാരകനും ശുക്രൻ തന്നെ, അതും 6-8-12. അതേപോലെ തന്നെ 7 നീചനായ രവി നിന്ന് ചൊവ്വയൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈഗോ ക്ലാഷ് മാത്രമല്ല, അത് ആ ബന്ധം നന്നായിട്ട് പോവില്ല എന്നുള്ള ഉറപ്പാണ്. അതൊന്നും നിങ്ങൾക്ക് അതിന് കറക്റ്റായിട്ട് ആ ദശയും കൂടെ യോജിച്ച് വരുന്ന സമയത്ത് ആ ബുദ്ധിമുട്ട് വരികയും ചെയ്യും. ഇനിയും സെക്ഷൽ സ്റ്റൈൽ ആൻഡ് ഇൻറ്റൻഷൻസ് നമുക്കൊന്ന് നോക്കാം. സൂര്യൻ ഒരു അഗ്നിഗ്രഹമാണ്, ഫയർ എലമെൻറ്റ് നന്നായിട്ട് നിൽക്കുന്നതാണ്. ശുക്രനെ പോലെ മൃദുവായ ഒരു തലോടലോട് കൂടിയിട്ടുള്ള ആലിംഗന ചുംബനാദികളോട് കൂടിയിട്ടുള്ള ഒരു സെക്ഷൽ സ്റ്റൈൽ ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ ചന്ദ്രനെ പോലെ വൈകാരികമായിട്ടുള്ളൊരു സമീപനമോ ആയിരിക്കില്ല സൂര്യൻ്റേത്. സൂര്യൻ അധികാരത്തിൻ്റെ ഗ്രഹമാണ്. ആധികാരികതയും അധികാരത്തെയും റോയൽ ഇതിനെയും സൂചിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ 7ാം ഭാവത്തിലെ സൂര്യൻ ലൈംഗികതയെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആധിപത്യ സ്വഭാവം ഒന്നാമത്തത്, ഡോമിനൻസ് ഓവർ സബ്മിഷൻ, ഫസ്റ്റ് കാര്യം അതാണ്. അപ്പം കിടപ്പറയിൽ പങ്കാളിയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു. നിയന്ത്രണം എപ്പോഴും തങ്ങളുടെ കയ്യിലായിരിക്കണമെന്ന്, കൺട്രോൾ എപ്പോഴും, വീട്ടിലാണെങ്കിലും ഈ ബന്ധത്തിൽ മുഴുനീളെ ഇതിൻ്റെ കൺട്രോൾ തങ്ങളുടെ കയ്യിൽ ആവണമെന്ന് ഇവർ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഇവർക്കതിന് നല്ല ബലമൊക്കെ ആണെങ്കിൽ ഇവർക്കതിന് നിർബന്ധവും ഉണ്ടാക്കും എന്നുള്ളതാണ്. പങ്കാളികൾ എപ്പോഴും തങ്ങൾക്ക് കീഴടങ്ങി നിൽക്കുന്ന സബ്മിസീവായിട്ടുള്ളൊരു പാർട്ട്ണർ ആവണം ഇവർ കൂടുതലും ആഗ്രഹിക്കുന്നത് എങ്ങനെയായിരിക്കും. ഇവർ എത്ര പുരോഗമന ആശയങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇവർ വളരെ പുരോഗമനമായിട്ടുള്ള രീതികളും സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇവർ കല്യാണം കഴിക്കുന്ന വളരെ സബ്മിസീവായിട്ടുള്ളൊരു പാർട്ട്ണറിനെ വേണം തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. സംശയമില്ല, നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കൂ, കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുകയും ചെയ്യും. പുറമേ പ്രകടിപ്പിക്കുന്നത് ഈ രവിക്കൊരു നാർസിസ്റ്റിക് ക്യാരക്ടർ, ഒരു ട്രെയിറ്റ് ഉള്ള പ്ലാനറ്റാണ്. അപ്പോൾ ആ ഒരു രാജകീയത ഉള്ളത് കൊണ്ട് തന്നെ അവർ ആ പുറമേ ആ ഒരു രാജാവ് ഏതുപോലെയാണോ തൻ്റെ പ്രജകളുടെ ഇടയിലും തനിക്ക് ബഹുമാനം കിട്ടും. ഇവർക്ക് ഭയങ്കര വിഷയമാണല്ലോ ബഹുമാനം എന്നുള്ളത്, ഇവർക്കത് കിട്ടണം എന്നുള്ളത് ഭയങ്കര വിഷയം. അപ്പോൾ ആ ഈഗോ സാറ്റിസ്ഫാക്ഷനുള്ള സാഹചര്യങ്ങളിൽ വളരെ മനോഹരമായിട്ട് ഇവർ പെരുമാറുമെങ്കിലും ഇപ്പം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, NPD പോലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഇല്ലെങ്കിൽ പോലും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്കൊരു സബ്മിസീവായിട്ടുള്ള പാർട്ട്ണറിനെ വേണമെന്നും അതായിരിക്കും ഇവർക്ക് കൂടുതൽ തൃപ്തി നൽകുന്നതെന്നായിരിക്കും. ബാക്കി എന്ത് ഗുണമുണ്ടെങ്കിലും ഇച്ചിരി ഡോമിനൻ്റ് നേച്ചറുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇവരുടെ തലയ്ക്ക് മുകളിൽ കയറുമെന്ന് ഉറപ്പുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും
ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ. ഭയങ്കര വഴക്കുകളുണ്ട്. എല്ലാം തികഞ്ഞൊരു ബന്ധമാണെങ്കിൽ പോലും പിന്നൊരു ഗുണമുണ്ട്, ഇത് പലതും പുറത്തറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തെ നല്ല പേടി കാണും. രവിക്കൊരു പ്രത്യേകതയുണ്ട്. രവിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാട. അതായത് പുറം ലോകത്തിലേക്കുള്ള ഇവരുടെ ഇടപെടുന്ന രീതി, ഇവരുടെ വ്യക്തിത്വം, ഇതൊന്നും വേറൊരാൾ കളിയാക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. സോഷ്യലി ഇവരുടെ ആ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർ നോക്കും എന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. അപ്പം അതും കൂടി ഒന്ന് നിങ്ങൾ നിരീക്ഷിക്കാൻ വിട്ടുതരുന്നു. അടുത്തത് ഞാൻ 1-2 പേരുടെ അടുത്ത് ചോദിക്കുകയും കൂടെ ചെയ്തത്, അതുകൊണ്ട് ഇതൊക്കെ കുറേ നിങ്ങൾ നിരീക്ഷിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ചോദിച്ച് പഠിക്കണം കേട്ടോ. അടുത്തത് തീവ്രതയും കരുത്തുമാണ്. ഇൻറ്റൻസിറ്റി ആൻഡ് സ്റ്റാമിന. രവി അല്ലേ, ഫയർ എലമെൻ്റ് ഉള്ള പ്ലാനറ്റാണ് രവി. അപ്പോൾ അത് നിൽക്കുന്ന രാശിയും കൂടെ നിങ്ങൾ നോക്കണം. യോഗം ചെയ്യുന്ന ഗ്രഹം നോക്കണം. ഏറ്റവും കൂടുതൽ ബലമുള്ളത് നോക്കണം. ഇവരുടെ ലൈംഗിക ശൈലി മൃദുവായ പ്രണയസല്ലാഭങ്ങളാൽ നിറഞ്ഞത് ആയിരിക്കില്ല. കാരണം ഫോർ പ്ലേ അല്ലെങ്കിൽ സോഫ്റ്റ് റൊമാൻസ് എന്നൊക്കെ പറയുന്നത് ശുക്രനും വ്യാഴവും ഒക്കെ അനുഗ്രഹിക്കണം. സ്വാത്വിക ഗ്രഹങ്ങൾ അനുഗ്രഹിച്ചാലാണ് ആ ഒരു ഇത്. ബുധൻ അവിടെയാണ്. ബുധൻ്റെ ഒരു പ്രത്യേകത, ബുധൻ ഹാസ്യം രുചിര, അതായത് ഹാസ്യ രീതികളും അതുപോലെ തന്നെ സംസാരിക്കാനും നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഫോണിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ബുധൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. റിയൽ ലൈഫിലേക്ക് വരുമ്പോഴാണ് അവർക്ക് അത് പറ്റാതെ പോകുന്നത്. അപ്പോൾ പലപ്പോഴും ബുധന് നല്ല ബലമുള്ളവരുമായിട്ട് നന്നായിട്ട് പഞ്ചരടിക്കാൻ പറ്റും. അപ്പോൾ കാരണം അത്രയും ഷുഗർ കോട്ടഡ് ആയിട്ടായിരിക്കും അവർ സംസാരിക്കുന്നത്. അവരുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇടപെടാൻ പറ്റും. പക്ഷേ റിയാലിറ്റിയിലേക്ക് പോകുമ്പോൾ അവർക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ മടുക്കും. ചന്ദ്രൻ പോലെ തന്നെ വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റാണ് മെർക്കുറി. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തെ അവർക്കൊരു മടുപ്പ് വരും, അവർക്കൊരു കൺഫ്യൂഷൻസും മടുപ്പും ഒക്കെ വരും. ബുധന് അധികാരം കിട്ടിയാൽ ചതിക്കും എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് ബുധൻ ഒരു ഭയമുള്ള ഗ്രഹം, ഇൻസെക്യൂരിറ്റി ഉള്ളൊരു സൈക്കോളജിക്കൽ നേച്ചറാണ് മെർക്കുറിക്കുള്ളത്. അതുകൊണ്ട് ചതിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബുധൻ ഒരു ചതിയിൽ നിന്ന് തന്നെയാണ് ബുധൻ്റെ ജനനം എന്നും ഋഷിമാർ അതുകൊണ്ടായി പറയുന്നത്. ചന്ദ്രന് ഗുരുത്വദോഷത്തിൻ്റെ വാക്യപത്രമായിട്ട് ജനിച്ചതാണ് ബുധൻ. അത് അപ്പം ആലോചിച്ചോണം, ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സാണ്. അപ്പം മനസ്സിൻ്റെ ഗുരുത്വദോഷം, ആഗ്രഹങ്ങളുടെ പുറകിനെ പോകുമ്പം കാണിക്കുന്ന ഗുരുത്വദോഷത്തിൻ്റെ വാക്യപത്രം, സ്വാർത്ഥതയുടെ വാക്യപത്രമാണ് ബുധൻ എന്നുള്ളതാണ്. അപ്പം പിന്നീട് അത് വലിയ തിരിച്ചടിയാവും. അപ്പം ബുധനെ പോലെ ആണെങ്കിൽ വാച പഠിക്കാൻ നല്ലതാണ്, പക്ഷേ റിയൽ ലൈഫിലേക്ക് വരില്ല. ഇവിടെ ഇൻറ്റൻസിറ്റി ആൻഡ് സ്റ്റാമിനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം സോഫ്റ്റ് റൊമാൻസ് ആൻഡ് ഫോർ പ്ലേ ഒക്കെ വരുന്നത് ശുക്രനും, ഇവിടെ രവി എന്ന് പറയുന്നത് തീവ്രവും ഇൻറ്റൻസ് ആൻഡ് എനർജറ്റിക് ആയിരിക്കും എന്നുള്ളതാണ്. കുജനെ പോലെയല്ല, കുജൻ കുറച്ചുകൂടെ തീവ്രമാണ്, കുറച്ചുകൂടെ ഇതാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്നെ ബഹുമാനിക്കണം, ഇവിടെ ഞാൻ തന്നെയാണ് വലുത്, എൻ്റെ രീതികളുണ്ട്. ഇവിടെ ബെഡ്റൂമിൽ പോലും ആ ഒരു രാജകീയത ഇവർക്ക് കൊണ്ടുപോകും. അപ്പം ശാരീരികമായിട്ടുള്ള ഒരു കരുത്ത് പ്രകടിപ്പിക്കാനുള്ള ഒരിടമായിട്ട് ഇവർ ലൈംഗികതയെ കാണും എന്നുള്ളതാണ്. ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ അധികാര സ്വഭാവം, ഇവരുടെ ആധിപത്യ സ്വഭാവം വേണം എന്നുള്ളത് പറഞ്ഞാൽ തന്നെ ഇവർക്കിപ്പോൾ ലൈംഗികമായിട്ടൊരു കുറവുണ്ടെങ്കിൽ പോലും ഇവരത് സമ്മതിക്കില്ല. ഇവരാ ഒരു ശാരീരികമായിട്ടുള്ള ഒരു കരുത്ത് പ്രകടിപ്പിക്കാനുള്ള ഒരു ഇടമായിട്ട് ഇവരുടെ പേഴ്സണൽ ലൈഫിനെ കാണും എന്നുള്ളതാണ്. റൊമാൻറ്റിക് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കുറച്ച് നന്നായിട്ട് പറഞ്ഞാൽ, കുറച്ച് നന്മയോടുകൂടി പറഞ്ഞ് ഞാൻ ഇതിനകത്ത് ഏറ്റവും വളരെ 100% പോസിറ്റീവായിട്ട് രവി 7th നിൽക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണേൽ ഇങ്ങനെ പറയാം, റൊമാൻറ്റിക് എന്നുള്ളതിനേക്കാൾ ഉപരി വളരെ പാഷനേറ്റ് ആയിട്ടാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും എന്ന് വേണേൽ പറയാം. അല്ലാതെ ഈ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരിതിനെ നിന്ന് ചിന്തിക്കരുത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈഗോ സാറ്റിസ്ഫാക്ഷനും ലൈംഗികത ഇവർക്കൊരു അധികാരം പിടിച്ചു നിർത്താനുള്ളൊരു കാര്യവും കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഈഗോ ബൂസ്റ്റും കൂടിയാണ്. താൻ കിടപ്പറയിൽ മിടുക്കനോ അല്ലെ മിടുക്കിയാണെന്ന് കാണിക്കാനും കൊള്ളാമെന്ന് പറയുന്നത് കേൾക്കാനും തൻ്റെ പങ്കാളി നിങ്ങൾ കൊള്ളാം, നീ അടിപൊളിയാണ്, അല്ലെങ്കിൽ അവൾ അടിപൊളിയാണ്, അല്ലെങ്കിൽ അവൻ അടിപൊളിയാണെന്ന് പറയുന്നത് കേൾക്കാൻ, പങ്കാളിയിൽ നിന്ന് കേൾക്കാനും
പങ്കാളിയിൽ നിന്നുമുള്ള പ്രശംസ, ആ അവരുടെ ഈഗോ സംതൃപ്തി, ആ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ, ആ പങ്കാളിയിൽ നിന്നുമുള്ള പ്രശംസ ഇവരുടെ ലൈംഗിക താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇതും ഒബ്സർവ് ചെയ്ത് നോക്കുക. അടുത്തത് ഇമോഷണൽ ഡ്രൈനെസ് ആണ്, വൈകാരികമായിട്ടുള്ള വരൾച്ച. ഡ്രൈ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഗ്നിഗ്രഹമാണ്, ഒരു ഡ്രൈ പ്ലാനറ്റാണ്. അതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിൽ ആഴത്തിലുള്ള വൈകാരിക തലത്തേക്കാൾ ഒരു ഡീപ്പ് ഇമോഷണൽ ബോണ്ടിങ് ഉള്ളതിനേക്കാൾ കൂടുതൽ ശാരീരികമായിട്ടുള്ള ആവശ്യത്തിനോ ഫിസിക്കൽ നീഡ്സിനോ അല്ലെങ്കിൽ അധികാര പ്രകടനത്തിനോ അല്ലെങ്കിൽ തൻ്റെ കുടുംബം എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനോ ആയിരിക്കും ഇവർ മുൻതൂക്കം കൊടുക്കുന്നത് എന്നുള്ളതും ഒബ്സർവ് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തത് ആസക്തിയും ഉദ്ദേശവും, ഇൻറ്റൻഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. 7th ഹൗസ്. രവിക്ക് ബുധൻ്റെ ബന്ധമോ അല്ലെങ്കിൽ ശനിയുടെ ബന്ധമോ അല്ലെങ്കിൽ മറ്റ് പാപഗ്രന്ഥങ്ങളിലോ ബന്ധം ഇല്ലെങ്കിൽ, രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ബന്ധം ഇല്ലെങ്കിൽ ഇവർക്ക് വഴിവിട്ട ബന്ധങ്ങളിൽ താല്പര്യമുണ്ടാവില്ല. ശുക്രന് രവിബന്ധം വന്നു കഴിഞ്ഞിട്ട് മൗഢ്യമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവരങ്ങ് തളരും. മനസ്സിലാവുന്നുണ്ട്, ഒരു തളർച്ച വരും എന്നുള്ളതാണ്. ഒരു ഭൗതികപരമായിട്ടുള്ള കാണീരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു തളർച്ചയുണ്ട്. ഇവർക്കൊരു വൈകാരികമായിട്ടുള്ള ഒരു ഡീപ്പ് ഇമോഷണൽ ബോണ്ടിങ് പൊതുവെ രവിക്ക് കുറവാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവരുതെന്ന് പറയുന്നതല്ലേ രവിയെപ്പോലെ ആവാനാണ് പറയുന്നത്. ശുക്രനാണെങ്കിലും വ്യാഴമാണെങ്കിലും ഒക്കെ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, അത് 100% ഉറപ്പാണ്. അത് ആ ഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ക്ഷമിക്കാനും സഹിക്കാനും പഠിക്കുന്ന ഒരു പ്ലാനറ്റാണ് ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ, അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ രീതികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അത് മക്കളോടാണെങ്കിലും ഒക്കെ. ഇത് 5ാം ഭാവത്തിൻ്റെ കാരകനും കൂടി. ആ 5ാം ഭാവം എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ കണക്ഷൻ സ്ത്രീകൾക്കൊക്കെ മാതൃത്വം എന്നൊക്കെ പറയുന്നത് ചന്ദ്രനെ കൊണ്ടാണ് പറയുന്നതെങ്കിൽ പോലും, മാതാവിനെ ചന്ദ്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ 5ാം ഭാവത്തിൻ്റെ കാരകനാണ്. ഭക്തി, ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ, പൂർവ്വജന്മ സുഹൃതങ്ങൾ, ഇതെല്ലാം അത് അത്രയും അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് വരും എന്നുള്ളതാണ്. അറ്റാച്ച്ഡ് ആയിരിക്കുന്ന സമയത്ത് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രവിയെപ്പോലെ ആവാനാണ് പറയുന്നത്. പലപ്പോഴും നല്ല മനുഷ്യർക്ക് അങ്ങനെ സാധിക്കില്ല. എപ്പോഴും അവർ ആ അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അവർ ഡിറ്റാച്ച്ഡ് ആവുകയേ ചെയ്യത്തുള്ളൂ. അല്ലാതെ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന സമയത്ത് ഡിറ്റാച്ച്ഡ് ആവുക എന്ന് പറയുന്നത് അവർക്ക് ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവില്ല. അവർ സ്വാർത്ഥരായിരിക്കും, അവരവരുടെ കാര്യത്തിലായിരിക്കും കൂടുതൽ പ്രാധാന്യം, അവരുടെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടായിരിക്കും അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ളതും ഉറപ്പുള്ള കാര്യമാണ്. അതൊരു പ്ലാനറ്റിൻ്റെ ഒരു സൈക്കോളജിക്കൽ നേച്ചർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ നമ്മൾ മോശമാക്കാനോ പറയുന്നതല്ല. അത് ആ സ്വാത്വിക ഗ്രഹങ്ങൾക്ക് അതിൻ്റെ സ്വാത്വിക സ്വഭാവങ്ങളും, രാജസിക ഗ്രഹങ്ങൾക്ക് രാജസിക സ്വഭാവങ്ങളും, താമസിക ഗ്രഹങ്ങൾക്ക് താമസിക സ്വഭാവങ്ങളുമാണ് ഋഷിമാർ പറഞ്ഞിട്ടുള്ളത്. അതങ്ങനെ തന്നെയാണ് താനും. അപ്പം ഇവിടെ ആസക്തിയും ഉദ്ദേശവും, ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പാപഗ്രഹങ്ങളുടെ ബന്ധങ്ങളില്ലെന്നുണ്ടെങ്കിൽ വഴിപെട്ട ബന്ധങ്ങളിലേക്കൊന്നും ഇവർ പോവില്ല എന്നുള്ളതാണ്. നല്ലൊരു രവിയാണ് 7th നിൽക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവരുടെ പങ്കാളിയോടൊക്കെ നല്ല സ്നേഹവും അടുപ്പവും ഒക്കെ ആയിരിക്കും. എന്നാലും ടേംസ് ആൻഡ് കണ്ടീഷന് വിധേയമായിരിക്കണം. അവരുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനാണ്, അതിന് വിധേയമായിരിക്കണം എന്നുള്ളതാണ്. അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അത് വിധേയമായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്ത് നമുക്കിൻ്റെ കാർമ്മിക ബന്ധങ്ങൾ നോക്കാം. കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ, നമുക്കിൻ്റെ കാർമ്മിക ബന്ധങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഈ വിഷയം 7th ഹൗസ് രവിയുടെ സബ്ജക്റ്റ് നമുക്കിവിടെ നിർത്താം. 7ാം ഭാവത്തിൽ സൂര്യൻ്റെ ശക്തമായിട്ടുള്ള കാർമ്മിക സൂചന എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് മുൻജന്മ വാസന എന്താണെന്ന് നോക്കാം. മുൻജന്മത്തിൽ അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ അടിച്ചമർത്തിയതിൻ്റെ കർമ്മഫലമായി ഈ ജന്മത്തിൽ അഹങ്കാരമുള്ളതോ അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്നതോ ആയ ഒരു ഭാര്യയെ ലഭിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു അധികാരം നിലനിർത്താൻ ഇവർ ശ്രമിക്കുമ്പം അത് നടക്കാതെ പോവുകയോ ചെയ്തിട്ട് ഇവർക്ക് റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ തിരിച്ചടികൾ വരാനുള്ളൊരു സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കുക, അതിനെ മനസ്സിലാക്കി സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നോക്കുക. അതുപോലെ തന്നെ 7th ഹൗസ് രവി എന്ന് പറയുന്നത് 7th ഹൗസിൻ്റെ ഒരു മിറർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ തന്നെ അഹങ്കാരത്തിൻ്റെ പ്രതിഫലനമാണെന്ന് തിരിച്ചറിയുക. പങ്കാളി ദേഷ്യപ്പെടുമ്പോൾ അവരൊരു സ്വാഭാവികമാണ് കുറേ കാലം മുന്നോട്ട് പോകുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആണായാലും പെണ്ണായാലും
നിങ്ങളുടെ ജാതകത്തിൻ്റെ ഫലത്തിനനുസരിച്ച്, അവരുടെ ജാതകത്തിൻ്റെ ഫലത്തിനനുസരിച്ച് അവർ അനുഭവിച്ച ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ കർമ്മം തീരുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കും. ചിലപ്പോൾ ഇതങ്ങ് നന്നാവും, ആ കർമ്മം തീർന്നു കഴിയുമ്പോൾ ഇതങ്ങ് സ്മൂത്തായിട്ട് പോകും, ചിലത് പൊട്ടിത്തെറിക്കും, ബ്രേക്കാവും, പൊളിഞ്ഞു. അപ്പം ആ സമയത്ത് നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ തന്നെ അഹങ്കാരത്തിൻ്റെ പ്രതിഫലനമാണെന്നും, പങ്കാളി ദേഷ്യപ്പെടുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലെ തന്നെ ദേഷ്യമാണെന്നും തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തുക. എന്നിട്ട് മനസ്സിലാക്കുക, ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ, എല്ലാ രീതിയിലും ന്യായം നോക്കിയിട്ട് പറ്റാത്തതാണെങ്കിൽ ആ ബന്ധം ഇനി ഒരുപാട് കാലം മുന്നോട്ട് പോവില്ല എന്നുള്ളൊരു തിരിച്ചറിവും സ്വയം മനസ്സിലാക്കുക. നമ്മളുടെ തന്നെ പ്രതിഫലനമാണ്, നമ്മളുടെ ഉള്ളിലെ കർമ്മഫലത്തിൻ്റെ പ്രതിഫലനമായിട്ടൊരു രൂപം പ്രാപിച്ച് വരുന്നവരാണ് നമ്മളുടെ ഓരോ ബന്ധങ്ങളും എന്നുള്ളത് സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ആത്മീയപരമായിട്ടുള്ള ഒരു തിരിച്ചറിവ്, അല്ലെ കാർമ്മികപരമായിട്ടുള്ള ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത്. ഇനി ആത്മീയപരമായിട്ടുള്ള പരിഹാരങ്ങൾ നോക്കാം. സ്പിരിച്വൽ വിൽബീയിങ്ങിൻ്റെ ഹിൻസ് നോക്കിയാൽ, അഹങ്കാര സമർപ്പണം, ഞാൻ വലിയവനാണെന്നുള്ള ചിന്ത അങ്ങോട്ട് ഉപേക്ഷിക്കുക. പങ്കാളിയെ ബഹുമാനിക്കാൻ പഠിക്കുന്നതും, സൂര്യൻ 7th നിൽക്കുന്നതിൻ്റെ ഒരു മേലിഫിക് പ്ലാനറ്റ് 7th ഹൗസിൽ വന്നതിൻ്റെ, സൂര്യൻ പാപനാണെന്ന് ചില പാപികൾ പറയുമെന്നൊക്കെ പറഞ്ഞാലും ഒരു 75% പാപം തന്നെയാണ് സൂര്യൻ. അപ്പോൾ 7th ഹൗസിൽ വന്നതിൻ്റെ, രവി പൂർണ്ണമായിട്ടും ബലം കൂടിയതിൻ്റെ ഒരിത്, ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ആ സ്വഭാവം ചിന്തകളിലൂടെ, സാധനയിലൂടെ, ആത്മീയ വഴിയിലൂടെ ഒരു 35 വയസ്സിന് ശേഷമെങ്കിലും സ്വയം സമർപ്പിച്ച അഹങ്കാര സമർപ്പണത്തോടുകൂടി ജീവിക്കാൻ, ഞാൻ വലിയവനാണെന്നുള്ള ചിന്ത ഉപേക്ഷിച്ച് ജീവിക്കാൻ സാധിച്ചാൽ സൂര്യൻ 7th നിൽക്കുന്ന ദോഷങ്ങൾ കുറയും എന്നുള്ളത് ഉറപ്പാണ്. അടുത്തത്, ദിവസവും രാവിലെ ഈശ്വര പ്രാർത്ഥനകളും ആത്മീയ പ്രാർത്ഥനകൾ ചെയ്തിട്ട് 7th സൂര്യൻ്റെ, അതായത് സൂര്യ നമസ്കാരവും അതുപോലെ തന്നെ സൂര്യസാധനകളും ഗായത്രി ഉപാസനയും ഒക്കെ ചെയ്താൽ ലൈംഗിക ഊർജ്ജത്തെ, സെക്ഷൽ എനർജിയെ ആത്മീയ ഊർജ്ജമാക്കി മാറ്റാൻ അത് സഹായിക്കും, ഓജസ് ആക്കി മാറ്റാൻ അത് സഹായിക്കും. നിങ്ങളുടെ ഓജസ് അല്ലെങ്കിൽ ആ ഒരു തെളിച്ചം എന്നുള്ളത് വരുത്താൻ സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശിവനാണ് അർക്കശംഭു എന്നാണ്, മഹാദേവനാണ് രവിയുടെ അതിദേവത. അപ്പം അതുകൊണ്ട് തന്നെ ശിവപാർവതിമാരെ, ഉമാമഹേശ്വരനെ ആരാധിക്കുക, അർദ്ധനാരീശ്വര സങ്കല്പത്തെ ആരാധിക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിലെ സന്തുലനാവസ്ഥ നിലനിർത്താൻ വളരെ നന്നായിരിക്കും. രവിയുടെ ഇത് നോക്കിയിട്ട് ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും അതുകൊണ്ടാണ് ചെങ്ങന്നൂരൊക്കെ ആൾക്കാർ വന്ന് തൊഴുന്നതും താലി സമർപ്പിക്കുന്നതും ഭഗവതിയെ ആശ്രയിക്കുന്നതും ഒക്കെ. ദാമ്പത്യ ദുരിതത്തിന് ഉമാമഹേശ്വര പൂജ, ഉമാമഹേശ്വര പുഷ്പാഞ്ജലികൾ, അർദ്ധനാരീശ്വര സങ്കല്പത്തെ ആരാധിക്കുന്നതും ഒക്കെ വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ ഗോതമ്പ്, ശർക്കര, ശിവക്ഷേത്രത്തിൽ ഗോതമ്പ് കൊണ്ട് തുലാഭാരം നടത്തുന്നതും, 7 രവി നിന്നിട്ട് വിവാഹം വൈകുകയാണെങ്കിൽ, വിവാഹത്തിൽ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗോതമ്പ് കൊണ്ട് തുലാഭാരം നടത്തുന്നതും, ശർക്കര എന്നിവ, ഗോതമ്പ്, ശർക്കര എന്നിവ ഞായറാഴ്ചകളിൽ ദാനം ചെയ്യുന്നതും, സൂര്യന് പ്രധാനപ്പെട്ട പൂജയുള്ള ക്ഷേത്രങ്ങളിൽ, സൂര്യക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്നതുമൊക്കെ വളരെ വിശേഷമാണ്. ഒരുപാടുണ്ട് ദാനങ്ങളൊക്കെ, ഒരുപാട് ജീവ വിഷയങ്ങളൊക്കെ ഉള്ള ജീവദാനങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പം ചെമ്പ് പാത്രങ്ങൾ, ചെമ്പ്, അതെല്ലാം ഹോമപാത്രങ്ങൾ, ഇതെല്ലാം സൂര്യനെ കൊണ്ട് ചിന്തിക്കുക. അങ്ങനെ അനവധി സൂര്യനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള പരിഹാരം ഒരു വീഡിയോ ഉണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്, സൂര്യനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പരിഹാര വീഡിയോ. അതൊന്ന് നോക്കിയിട്ട് വേണ്ടത് അതിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്നൊരു കാര്യം എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല അസ്ട്രോളജറെ കണ്ട് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ സ്വയം പരിഹാരം ചെയ്യുന്നതിന് നല്ലത് നല്ലൊരു അസ്ട്രോളജറുടെ നിർദ്ദേശം സ്വീകരിക്കുന്നത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായവും. അതുകൊണ്ട് ചുരുക്കത്തിൽ രവി 7th ഹൗസിൽ നിന്നാൽ എന്താണെന്നുള്ളത് നോക്കാം. 7ാം ഭാവത്തിൽ രവി അല്ലെങ്കിൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലെങ്കിൽ മൃദുവായിട്ടുള്ള ഒരു പ്രണയമല്ല, മറിച്ച് ഇപ്പം ശുക്രൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരാൾക്ക് രവിയുടെ തരം ഒരാളെ പറ്റത്തേയില്ല. അപ്പോൾ അതെപ്പോഴും ആലോചിച്ചോണം. അപ്പോൾ അങ്ങനെ ഒരു ശുക്രൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മൃദുവായിട്ടുള്ളൊരു പ്രണയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഒരിക്കലും അത് ഇങ്ങനെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും അത് സംഭവിക്കില്ല.
അയാൾക്ക് കഴിയില്ല, അയാൾക്ക് അറിയില്ല, അയാൾക്ക് പറ്റില്ല. പക്ഷേ അവിടെ മൃദുവായ ഒരു പ്രണയമല്ല, മറിച്ച് രവി നിൽക്കുന്നത് തീക്ഷ്ണമായിട്ടുള്ള അധികാരതയുള്ള, തീക്ഷ്ണമായതും അധികാരമുള്ളതുമായിട്ടുള്ളൊരു ബന്ധമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, താൻ കൺട്രോൾ ചെയ്യുന്നിടത്ത് നിൽക്കുന്ന, തൻ്റെ വീട്ടിലാണെങ്കിലും ഭാര്യയാണേലും മക്കളാണേലും താൻ കൺട്രോൾ, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും, അവർക്ക് വേണ്ടതെല്ലാം സപ്പോർട്ട് ചെയ്യും. തിരിച്ച് ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ തൻ്റെ ആ ഒരു കൺട്രോൾ വിട്ട് പോകരുതെന്ന് ശക്തമായിട്ടുള്ള ആഗ്രഹമുള്ളതായിരിക്കും. അപ്പോൾ അവരുടെ സ്നേഹം എന്ന് പറയുന്നത് തീക്ഷ്ണമായതും അധികാരമുള്ളതായിരിക്കും എന്നുള്ളത് നോക്കുക. പരസ്പര ബഹുമാനത്തിലൂടെയും വിട്ടുവീഴ്ചയിലൂടെയും മാത്രമേ ഈ ഊർജത്തെ പോസിറ്റീവാക്കി മാറ്റാൻ പറ്റൂ. പരസ്പര ബഹുമാനവും വിട്ടുവീഴ്ചയും വരണമെങ്കിൽ മനസ്സിൽ നന്മ ഉദിക്കണം. മനസ്സിൽ നന്മ ഉദിക്കണമെങ്കിൽ ഞാനാണ് വലിയവൻ എന്നുള്ള കാര്യം സറണ്ടർ ചെയ്യണം. സറണ്ടർ ചെയ്യണമെങ്കിൽ ഈശ്വരനെ ആശ്രയിക്കണം. ഈശ്വരനെ ആശ്രയിച്ച് നല്ല നല്ല ഫിലോസഫിക്കൽ ഗ്രന്ഥങ്ങളും ഈ ഭാഗവതം പോലുള്ള ശിവപുരാണം പോലുള്ള ഗ്രന്ഥങ്ങൾ ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞ അസുരന്മാർക്ക് കിട്ടുന്ന അത്രയും കഴിവുണ്ടായിട്ടും തിരിച്ചടികൾ കിട്ടുന്ന അസുരന്മാരുടെ ജീവിതാനുഭവങ്ങൾ പഠിച്ച് അതിലൂടെ മനസ്സിലാക്കിയിട്ട് തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റേണ്ടത്, എങ്ങനെയാണ് തൻ്റെ പാർട്ട്ണറെയും തൻ്റെ സഹപാഠികളെയും ചുറ്റുപാട് നിൽക്കുന്നവരെയും ബഹുമാനിക്കേണ്ടതെന്നും വിട്ടുവീഴ്ച ചെയ്യേണ്ടതെന്നും ഒക്കെ മനസ്സിലാക്കി ഇവർക്ക് മുന്നോട്ട് പോകാൻ ചെയ്യും. ഇവരെ ഈ രവി 7 നിൽക്കുന്നവരെ, നല്ല രവിക്ക് നല്ല ബലമുള്ളവരെ ആണെങ്കിൽ ഇങ്ങനെ തൊഴുത് പിടിച്ച് ഇവർ വലിയ സംഭവങ്ങളാണ്, എല്ലാം കൊണ്ടും സൂപ്പറാണ്, കിടുവാണെന്ന് പറഞ്ഞ് നിന്നാണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരിക്കും, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതായത് ആ അധികാരത്തെ, ഇവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന രീതി ഒരു തരത്തിലും പെരുമാറാതെ നിൽക്കുകയാണെങ്കിൽ എനിക്കത് മനസ്സിലായിട്ടുള്ള ഒരു ഒറ്റ ഗ്രൂപ്പുകാർക്ക് മാത്രമേ ഉള്ളൂ കഴിവുള്ളവർ. ഈ രവിയെ തേക്കാൻ കഴിവുള്ള ഒരേ ഒരു ടീം എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിവുള്ളത് ബുധനാണ്. ബുധൻ അത് കൃത്യമായിട്ട് അറിയാമായിരിക്കും. ബുധൻ കൃത്യമായിട്ട് ഇത് അനലൈസ് ചെയ്തിട്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് ഇവർക്ക് എന്താ വേണ്ടതെന്നുള്ളത്, ഇവർക്കൊരു വീക്ക്നെസ് ഉണ്ടാവും. അപ്പോൾ ആ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പോളിഷ് ചെയ്തായിരിക്കും കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവരവരുടെ ലോകത്തായിരിക്കും ജീവിക്കുന്നത്. ഇവരെ തോന്നിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ രവി ബുധയോഗം നിപുണയോഗം എന്ന് പറയുന്നത് തന്നെ ആ ഒരു തോന്നിപ്പിച്ച് സന്തോഷം. അപ്പോൾ ഇവർ ആദ്യം എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും. പലപ്പോഴും തിരിച്ചടി കിട്ടുമ്പം അസാധ്യമായിട്ടുള്ള വേദനയിലൂടെ ആയിരിക്കും ഇവർ തിരിച്ചറിയുന്നത് പറ്റിക്കുകയായിരുന്നല്ലേ, തകർന്നു പോയി എന്നുള്ളത്. അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. ഈ മുകളിൽ പറഞ്ഞ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. രവി ഒരു അധികാരത്തിൻ്റെ ഗ്രഹമാണ്. രവി ഒരു രാജകീയതയുടെ ഗ്രഹമാണ്. റോയലിറ്റിയുടെയും ലോയലാണ്, ഒരു പരിധിവരെ ലോയലായിട്ടുള്ളൊരു ഗ്രഹമാണ്. ആഠിത്യത്തിൻ്റെ ഗ്രഹമാണ്, കഴിവിൻ്റെ ഗ്രഹമാണ്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ സൂട്ടാവുന്ന ആൾക്കാരും ആയിരിക്കും എന്നുള്ളതാണ്. അവരിൽ നിന്നൊരിക്കലും ശുക്രനെ പ്രതീക്ഷിക്കരുത് എന്നുള്ളത് മാറ്റിവെച്ചാൽ, മറ്റ് ഗ്രഹങ്ങളെ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്നുള്ളത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭാവിയും ഭാഗ്യവും നിങ്ങൾക്ക് 7ാം ഭാവം കൊണ്ട് ഈ ജന്മം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോവുക. അഭിപ്രായം കൃത്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പരിഹാരങ്ങളും ചെയ്ത് അതിനകത്ത് പറഞ്ഞിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളും കർമ്മഫലത്തെക്കുറിച്ച് പറഞ്ഞതും മനസ്സിലാക്കി സ്വയം വിശകലനം ചെയ്ത് ഓരോ ദിവസവും നമ്മളെ പുതുക്കിക്കൊണ്ടിരിക്കണം. പുതുക്കി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും തരും എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചന്ദ്രൻ വൈകാരികതയുടെ ആളാണ്, ഇമോഷൻസിൻ്റെ ആളാണ്, ഇമോഷണൽ നീഡ് എപ്പോഴും വേണ്ട ആളാണ്. അപ്പം ചന്ദ്രൻ 7th ഹൗസിൽ നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.